ആത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ. ഭക്ഷണം. മാംസാഹാരം നമ്മൾ ഭക്ഷിക്കുകയില്ല. ഏറ്റവും പട്ടിണിപ്പാവത്തിന് പോലും അസൂയ തോന്നാത്ത തരത്തിലുള്ളതായിരിക്കണം നമ്മുടെ ഭക്ഷണം. എന്നാൽ തിരുനാൾ ദിനങ്ങളിൽ സാധാരണ ദിവസങ്ങളിൽ നിന്ന് അല്പം വ്യത്യാസം വരുത്താവുന്നതാണ്. ദിവസത്തിൽ 3 നേരം സഹോദരിമാർ ആഹാരം കഴിക്കണം. പരമ്പരാഗത ചൈതന്യത്തിൽ തന്നെ 2 വലിയ ഉപവാസങ്ങളും കർശനമായി ആചരിക്കണം. സമൂഹത്തിലെ പരസ്പര ഐക്യം ദൃഢതരമാകുന്നതിന് സഹായകമായി എല്ലാ സഹോദരിമാർക്കും ഒരേ ഭക്ഷണം തന്നെ നൽകണം. ഇത് ഭക്ഷണകാര്യത്തിൽ മാത്രമല്ല, വസ്ത്രത്തിലും ഓരോരുത്തരുടെയും കൊച്ചുമുറിയിലെ സജ്ജീകരണങ്ങളിലും പാലിക്കണം. എന്നാൽ രോഗാവസ്ഥയിലുള്ള സഹോദരിമാർക്ക് ആവശ്യമായ ആനുകൂല്യങ്ങൾ നൽകാവുന്നതാണ്. പ്രാർത്ഥനകൾ. 1 മണിക്കൂർ ധ്യാനം, വിശുദ്ധ കുർബാനയും സ്വീകരണവും. പ്രാർത്ഥനകൾ. 2 പ്രാവശ്യമുള്ള ആത്മശോധന, കാനോന നമസ്കാരം, ജപമാല, സൽഗ്രന്ഥ പാരായണം, 1 മണിക്കൂർ ജാഗരണ പ്രാർത്ഥന എന്നിവ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരിക്കണം. ഇപ്രകാരമുള്ള ജീവിതം ആരംഭിച്ച ശേഷം ജാഗരണ പ്രാർത്ഥനയുടെ സമയം നിശ്ചയിക്കാം. പെട്ടെന്ന് ഈ വാക്കുകൾ എൻ്റെ ആത്മാവിൽ മന്ത്രിച്ചു. എൻ്റെ മകളെ, അനുദിന ജീവിതവൃത്തിക്ക് ആവശ്യമായ വരുമാനം നിങ്ങൾക്കെന്നും ഉണ്ടായിരിക്കുമെന്ന് ഞാൻ ഉറപ്പു തരുന്നു. എൻ്റെ നന്മയിൽ പൂർണ്ണമായും ആശ്രയിക്കുക എന്നത് മാത്രമാണ് നിങ്ങളുടെ കർത്തവ്യം. എന്നാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ലഭ്യമാക്കുക എന്നതാണ് എൻ്റെ ഉത്തരവാദിത്വം. നിങ്ങളുടെ വിശ്വാസത്തിന് എന്നെ പൂർണ്ണമായും വിട്ടുതരുന്നു. എത്ര ഉത്കൃഷ്ടമാണോ നിങ്ങളുടെ വിശ്വാസം, അതനുസരിച്ച് എൻ്റെ ഔദാര്യവും അളവറ്റതായിരിക്കും. അധ്വാനം. മഠത്തിലെ എല്ലാ ജോലികളും സഹോദരിമാർ തന്നെയാണ് ചെയ്യേണ്ടത്. ആന്തരിക രൂപവൽക്കരണത്തിന് സഹായിക്കുന്ന തരത്തിൽ എളിമപ്പെടുത്തുന്നതോ സ്വാഭാവിക ഇച്ഛകൾക്ക് വിരുദ്ധമായിട്ടുള്ളതോ ആയ കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെടുമ്പോൾ ഓരോരുത്തർക്കും അതിൽ ആനന്ദിക്കാൻ സാധിക്കണം. സ്ത്രീകൾക്ക് സഹജമായി സ്ഥലങ്ങളോട് സാഹചര്യങ്ങളോട് ഉണ്ടാകാവുന്ന സ്വാഭാവിക പക്ഷത്തിൽ നിന്ന് സഹോദരിമാരെ വിടുവിക്കുന്നതിന് സഹായകമായി അവരുടെ ജോലികൾ ഇടയ്ക്കിടയ്ക്ക് അധികാരികൾ മാറ്റിക്കൊടുക്കണം. ശ്രേഷ്ഠമായ കാര്യങ്ങൾ ഉപേക്ഷിച്ച് ഒരു ഉപകാരവുമില്ലാത്ത നിസ്സാര കാര്യങ്ങൾക്കായി തന്നെ വ്യയം ചെയ്യുന്ന ആത്മാക്കളെ കണ്ട് എനിക്ക് ആശ്ചര്യം തോന്നിയിട്ടുണ്ട്. അധികാരികൾ ഉൾപ്പെടെ എല്ലാ സഹോദരിമാരും 1 മാസത്തേക്ക് പാചക ജോലി ഏറ്റെടുക്കണം. മഠത്തിനുള്ളിലെ എല്ലാ ജോലികളും സഹോദരിമാർ മാറി മാറി ഏറ്റെടുക്കണം. നിയോഗശുദ്ധിയില്ലാതെ ചെയ്യുന്ന കാര്യങ്ങൾ ദൈവത്തിന് അപ്രീതകരമായകയാൽ സഹോദരികൾ ശുദ്ധ നിയോഗത്തോടെ എല്ലാ കാര്യങ്ങളും എപ്പോഴും ചെയ്യണം. ബാഹ്യമായ ഏത് നിയമലംഘനത്തിനും സ്വയം കുറ്റമേറ്റു പറഞ്ഞ് അധികാരികളിൽ നിന്ന് പ്രായശ്ചിത്തം ചോദിച്ചു വാങ്ങണം. ഹൃദയ എളിമയോടെ വേണം ഇത് നിർവഹിക്കുവാൻ. ദൈവത്തിൻ്റെ പ്രതിച്ഛായ അപരനിൽ കണ്ടുകൊണ്ട് വളരെ ശ്രേഷ്ഠവും പരിശുദ്ധവുമായ സ്നേഹത്താൽ സഹോദരിമാർ പരസ്പരം സ്നേഹിക്കണം. ഈ സ്നേഹമായിരിക്കുന്ന സമൂഹത്തിൻ്റെ മുഖമുദ്ര. അങ്ങനെ ഹൃദയൈക്യത്തോടെ ലോകത്തെ മുഴുവൻ ഹൃദയത്തിൽ സ്വീകരിച്ച് ഓരോ ആത്മാവിലേക്കും ദൈവകാരുണ്യം ഒഴുക്കണം. ഇതിനാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഹൃദയാർദ്രതയോടെ നമ്മൾ ജീവിച്ചാൽ ഈ കാരുണ്യത്തിന് നാമും അർഹരാകും. തിരുസഭയെ ഓരോരുത്തരും ആഴമായി സ്നേഹിക്കണം. തങ്ങളുടെ വത്സല മാതാവിനു വേണ്ടി പ്രിയ മക്കൾ പ്രാർത്ഥിക്കുന്നത് പോലെ ഓരോ ക്രിസ്ത്യാനിയും തിരുസഭാ മാതാവിനു വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെയെങ്കിൽ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന സന്യാസികൾ എത്രയധികമായി പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ലോകദൃഷ്ടിയിൽ നിന്ന് മറയ്ക്കപ്പെട്ടതെങ്കിലും നമ്മുടെ അനുദിന ജീവിത കടമകളെല്ലാം ലോകപാപത്തിന് പരിഹാരമായി ബലിവസ്തുക്കളായി ദിവ്യനാഥൻ്റെ തൃപ്പാദത്തിങ്കിൽ നാം സമർപ്പിക്കണം. നമ്മുടെ സമർപ്പണം ഏറ്റവും പരിശുദ്ധമാണെങ്കിൽ മാത്രമേ അവ ദൈവത്തിന് സ്വീകാര്യമാവുകയുള്ളൂ. അതിനായി ഹൃദയത്തെ അതിൻ്റെ സ്വാഭാവിക ചായ്വുകളിൽ നിന്ന് വിടുവിച്ച് എല്ലാ ഭാവങ്ങളോടും കൂടി തൻ്റെ സൃഷ്ടാവിലേക്ക് തിരിക്കണം. അവിടുത്തെ തിരുഹിതമനുസരിച്ച് അവനിലൂടെ എല്ലാവരെയും സ്നേഹിക്കണം. അങ്ങനെ അതിതീക്ഷ്ണമായി ഓരോരുത്തരും ജീവിക്കുമ്പോൾ അത് തിരുസഭാ മാതാവിന് മഹത്വമായി പരിണമിക്കും. വ്രതങ്ങളോടൊപ്പം എല്ലാ നിയമങ്ങളും പ്രാധാന്യമുള്ളതാണെങ്കിലും ഒരു നിയമം വളരെയധികം പ്രധാനപ്പെട്ടതായി ഞാൻ കാണുന്നു. ഞാനതിന് 1-ാം സ്ഥാനം നൽകുന്നു: മൗനപാലനം. ഈ നിയമം വളരെ കർശനമായി പാലിച്ച മറ്റു നിയമങ്ങളെക്കുറിച്ച് ഞാൻ വ്യഗ്രതപ്പെടില്ല. സ്ത്രീകൾ സ്വാഭാവികമായും സംസാരപ്രിയരാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് സംസാരപ്രിയയായ അസ്വസ്ഥയായ ഒരാത്മാവിനോട് സംസാരിക്കുകയില്ല. ആഴമായ നിശബ്ദതയിൽ ധ്യാനത്തിലായിരിക്കുന്ന ആത്മാക്കളാണ് പരിശുദ്ധാത്മാവിൻ്റെ നിമന്ത്രണങ്ങൾ സ്വീകരിക്കുന്നത്. മൗനം കൃത്യമായി പാലിക്കുകയാണെങ്കിൽ അവിടെ യാതൊരുവിധ മുറുമുറുപ്പും വിദ്വേഷവും പഴിചാരലും വൃത്തസംഭാഷണങ്ങളും ഉണ്ടാവുകയില്ല. പരസ്നേഹത്തിന് അല്പം പോലും മങ്ങലേൽക്കുകയില്ല. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വളരെയധികം തിന്മകൾ ഇല്ലാതാകും.
നിശബ്ദമായ അധരങ്ങൾ അന്തരാത്മാവിലെ പരിശുദ്ധി വിളിച്ചറിയിക്കുന്ന ശുദ്ധ സ്വർണം പോലെ തിളങ്ങുന്നവയാണ്. രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന നിയമത്തെക്കുറിച്ചും ഞാൻ ഉടനെ തന്നെ പറയുകയാണ്. അത് സംസാരമാണ്. ഒരാൾ സംസാരിക്കാൻ കടപ്പെട്ട സമയങ്ങളിൽ നിശബ്ദത പാലിക്കുന്നത് വലിയ അപൂർണതയും ചില സാഹചര്യങ്ങളിൽ പാപവുമാണ്. അതിനാൽ എല്ലാ സഹോദരിമാരും ഉല്ലാസത്തിൽ പങ്കെടുക്കണം. അത്ര ഗൗരവമേറിയ കാരണമില്ലെങ്കിൽ ഉല്ലാസത്തിൽ നിന്ന് ആർക്കും അധികാരികൾ ഒഴിവ് നൽകരുത്. പരസ്പരം അറിയാനും മനസ്സിലാക്കാനുമുള്ള നല്ല അവസരമാണ് ഉല്ലാസവേള. ഓരോ സഹോദരിയും ലാളിത്യത്തോടും എളിമയോടും കൂടി മറ്റുള്ളവരുടെ ആത്മീയ ഉന്നതിക്കു വേണ്ടി സംസാരിക്കണം. എന്നാൽ ഗർവിഷ്ഠത്തോടെയും കലഹത്തോടെയും ആയിരിക്കരുത്. കാരണം അത് സന്യാസരൂപിക്കും പുണ്യപൂർണതയ്ക്കും ചേർന്നതല്ല. സ്നേഹമാണ് നമ്മുടെ വിളിയുടെ മുഖമുദ്ര. ദിവസത്തിൽ 2 പ്രാവശ്യം അരമണിക്കൂർ വീതം ഉല്ലാസം ഉണ്ടായിരിക്കണം. ഉല്ലാസ സമയത്തല്ലാതെ മൗനം ഭജിച്ചാൽ സഹോദരിമാർ അധികാരികളുടെ മുമ്പിൽ ആ തെറ്റ് ഏറ്റുപറഞ്ഞ് പ്രായശ്ചിത്തം ചോദിച്ചു ചെയ്യണം. അധികാരികൾ പരസ്യമായി പ്രായശ്ചിത്തം നൽകണം. അല്ലെങ്കിൽ ദൈവത്തിനു മുമ്പിൽ അവർ ഇതിന് കണക്ക് കൊടുക്കേണ്ടി വരും. ആവൃത്തി. പ്രാദേശിക സഭാധ്യക്ഷന്റെ പ്രത്യേക അനുമതിയില്ലാതെ ആർക്കും ആവൃത്തിക്കുള്ളിൽ പ്രവേശിക്കാൻ അനുവാദമില്ല. മരണകരമായ രോഗാവസ്ഥയിൽ രോഗിലേപനം, മൃതസംസ്കാര ശുശ്രൂഷകൾ തുടങ്ങിയ പ്രത്യേക സന്ദർഭങ്ങൾ പരിഗണിക്കാവുന്നതാണ്. കേടുപാടുകൾ നീക്കുവാനായി പ്രത്യേക അനുവാദത്തോടെ അതിനുള്ള ആൾക്കാരെ പ്രവേശിപ്പിക്കാവുന്നതാണ്. ആവൃത്തിയുടെ പുറത്തേക്കുള്ള വാതിൽ എപ്പോഴും പൂട്ടിയിട്ടിരിക്കണം. അതിൻ്റെ താക്കോൽ സുപ്പീരിയർ മാത്രം സൂക്ഷിക്കേണ്ടതാണ്. സന്ദർശന മുറിയുടെ ഉപയോഗം. സുപ്പീരിയറിൻ്റെ അനുവാദമില്ലാതെ സഹോദരിമാർ സന്ദർശന മുറിയിൽ പോകുവാൻ പാടില്ല. അടുത്തടുത്തുള്ള സന്ദർശനങ്ങൾ സുപ്പീരിയർ വിലക്കേണ്ടതാണ്. ലോകാരൂപിക്ക് ഒരിക്കൽ മരിച്ചവർ പിന്നീട് സംഭാഷണങ്ങളിൽ കൂടി പോലും അങ്ങോട്ട് തിരിച്ചു പോകരുത്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ചിലർക്ക് സന്ദർശനം അനുവദിക്കുന്നത് നല്ലതാണെന്ന് കണ്ടാൽ സുപ്പീരിയറിന് അങ്ങനെ ചെയ്യാവുന്നതാണ്. എന്നാൽ ഇക്കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം. സുപ്പീരിയർ തന്നെ ആ സഹോദരിയുടെ കൂടി ഉണ്ടായിരിക്കണം. അതിന് സാധിക്കാത്ത അവസരത്തിൽ മറ്റൊരാളെ പകരം വിടാവുന്നതാണ്. ഇങ്ങനെ പകരം പോകുന്നവർ കേട്ട കാര്യങ്ങളെക്കുറിച്ച് രഹസ്യം പാലിക്കേണ്ടതും എന്നാൽ സുപ്പീരിയറിനെ എല്ലാ കാര്യങ്ങളും അറിയിക്കേണ്ടതുമാണ്. ദീർഘസംഭാഷണങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. എന്നാൽ സന്ദർശകന്റെ അത്യാവശ്യത്തെ പ്രതി കൂടുതൽ സമയം അനുവദിക്കാവുന്നതാണ്. ഗ്രില്ലിൻ്റെ കർട്ടൻ ഒരു വശത്തേക്ക് മാറ്റുവാൻ പാടില്ല. എന്നാൽ മാതാപിതാക്കൾ ആവശ്യപ്പെടുക തുടങ്ങിയ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ കർട്ടൻ മാറ്റാവുന്നതാണ്. എഴുത്തുകൾ. പ്രാദേശിക സഭാധ്യക്ഷന് എഴുത്തുകൾ ഒട്ടിച്ചയക്കുവാൻ എല്ലാവർക്കും അനുവാദമുണ്ട്. മറ്റാർക്കെഴുതുവാനും സുപ്പീരിയറിൻ്റെ അനുവാദം ആവശ്യമാണ്. എഴുതിയ എഴുത്തുകൾ ഒട്ടിക്കാതെ സുപ്പീരിയറിനെ ഏൽപ്പിക്കേണ്ടതാണ്. എന്നാൽ സുപ്പീരിയർ വിവേകത്തോടും സ്നേഹത്തോടും കൂടെ വർത്തിക്കേണ്ടതാണ്. എഴുത്തയക്കുവാനും തടഞ്ഞു വയ്ക്കുവാനും സുപ്പീരിയറിന് അധികാരമുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ ഉപരിമഹത്വമായിരിക്കണം ലക്ഷ്യം വെക്കേണ്ടത്. സാധിക്കുന്നിടത്തോളം എഴുത്തുകൾ എഴുതാതിരിക്കുന്നതാണ് നല്ലത്. കാരണം കത്തിടപാടുകളേക്കാൾ ഉപരിയായി നമ്മുടെ പ്രാർത്ഥനയും ഇന്ദ്രിയ നിഗ്രഹവും വഴി നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ സാധിക്കും. കുമ്പസാരം. സമൂഹത്തിന് സാധാരണ കുമ്പസാരക്കാരനെയും അസാധാരണ കുമ്പസാരക്കാരനെയും രൂപതാധ്യക്ഷനാണ് നിയമിക്കുന്നത്. പതിവായി ആഴ്ചയിലൊരിക്കൽ സഹോദരിമാരുടെ കുമ്പസാരം ശ്രമിക്കുവാനായി ഒരു സാധാരണ കുമ്പസാരക്കാരൻ ഉണ്ടായിരിക്കണം. എന്നാൽ 3 മാസത്തിലൊരിക്കൽ ഒരു അസാധാരണ കുമ്പസാരക്കാരൻ വരേണ്ടതും കുമ്പസാരിച്ചാലും ഇല്ലെങ്കിലും എല്ലാ സഹോദരിമാരും ആ വൈദികനെ സന്ദർശിക്കേണ്ടതുമാണ്. 3 വർഷത്തേക്കാണ് ഈ 2 കുമ്പസാരക്കാരെയും നിയമിക്കുന്നത്. അതിനുശേഷം സഹോദരിമാർ ഇവരെക്കുറിച്ച് രഹസ്യമായി വോട്ട് ചെയ്യുകയും അതിൻ്റെ ഫലം സുപ്പീരിയർ രൂപതാധ്യക്ഷനെ അറിയിക്കുകയും ചെയ്യുന്നു. 3 വർഷം വീതം 2-3 പ്രാവശ്യം ഒരേ കുമ്പസാരക്കാരനെ തന്നെ നിയമിക്കാവുന്നതാണ്. പൂട്ടിയിട്ടിരിക്കുന്ന അഴികൾക്കിടയ്ക്ക് കൂടെയാണ് സഹോദരിമാർ കുമ്പസാരിക്കേണ്ടത്. കറുത്ത തുണി കൊണ്ട് മറച്ച അഴികൾക്കപ്പുറത്തിരുന്നാണ് അദ്ദേഹം സമൂഹത്തിന് ഉപദേശം നൽകേണ്ടത്. കുമ്പസാരത്തെക്കുറിച്ചും കുമ്പസാരക്കാരനെക്കുറിച്ചും സഹോദരിമാർ തമ്മിൽ അഭിപ്രായം പറയരുത്. മറിച്ച് തങ്ങളുടെ ആത്മാക്കളെ ശരിയായ പാതയിൽ നയിക്കുന്നതിന് അവർക്ക് ആത്മീയ പ്രകാശം ലഭിക്കുന്നതിനായി പ്രാർത്ഥിക്കട്ടെ. വിശുദ്ധ കുർബാന സ്വീകരണം. ആരാണ് കൂടുതൽ അടുപ്പിച്ച് വിശുദ്ധ കുർബാന സ്വീകരണത്തിന് അണയുന്നത്, ആരാണ് സ്വീകരിക്കാത്തത് എന്നതിനെ സംബന്ധിച്ച് സഹോദരിമാർ പരസ്പരം സംസാരിക്കരുത്. തങ്ങളെ സംബന്ധിക്കാത്ത ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയുന്നതിൽ നിന്ന് അവർ അകന്നു നിൽക്കട്ടെ. ഇക്കാര്യങ്ങളിൽ എന്തെങ്കിലും വിധി പറയുന്നതിന് അവകാശമുള്ളത് കുമ്പസാരക്കാരന് മാത്രമാണ്.
ഒരു സഹോദരി എന്തുകൊണ്ടാണ് ദിവ്യകാരുണ്യ സ്വീകരണം നടത്താത്തത് എന്ന് സുപ്പീരിയർ ആരായരുത്. എന്നാൽ കുമ്പസാരിക്കാൻ ആ വ്യക്തിക്ക് അവസരമുണ്ടാക്കി കൊടുക്കുക മാത്രമേ ചെയ്യാവൂ. ഒരു സഹോദരിയുടെ മനസാക്ഷിയുടെ തലത്തിലേക്ക് കടന്നു ചെല്ലാൻ സുപ്പീരിയേഴ്സ് തുനിയരുത്. ഏതെങ്കിലും പ്രത്യേക നിയോഗത്തിനായി സമൂഹത്തിൽ എല്ലാവരുടെയും ദിവ്യകാരുണ്യ സ്വീകരണം സമർപ്പിക്കാൻ ആവശ്യപ്പെടാം. എല്ലാ ദിവസവും ആത്മീയ മണവാളിനെ സ്വീകരിക്കാൻ തക്കവിധം ഏറ്റവും പരിശുദ്ധമായി ജീവിതം നയിക്കാൻ സഹോദരിമാർ പരിശ്രമിക്കണം. ഞാൻ കപ്പേളയിലായിരുന്ന ഒരവസരത്തിൽ കേടുപാട് തീർക്കാത്ത ഭിത്തികളോട് കൂടിയ ഒരു കെട്ടിടം ദർശനത്തിൽ കണ്ടു. ജനാലകൾക്ക് കണ്ണാടിച്ചില്ലില്ലായിരുന്നു. വാതിലുകൾക്ക് ചട്ടക്കൂട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ സ്വരം എൻ്റെ ആത്മാവിൽ ശ്രവിച്ചു: ഇവിടെയായിരിക്കും മഠം തുടങ്ങുന്നത്. ഈ കേടുപാടുകൾ വന്ന കെട്ടിടമാണല്ലോ ഒരു സന്യാസ ഭവനമായി തീരേണ്ടത് എന്ന ചിന്ത എന്നിൽ അല്പം ഇച്ഛാഭംഗമുളവാക്കി. വ്യാഴാഴ്ച കർത്താവ് എന്നോട് ആവശ്യപ്പെടുന്ന ദൗത്യം എത്രയും പെട്ടെന്ന് ഏറ്റെടുക്കണമെന്നൊരു വ്യഗ്രത എനിക്ക് തോന്നി. കുമ്പസാരിച്ചപ്പോൾ അച്ഛൻ്റെ അഭിപ്രായത്തേക്കാൾ കൂടുതലായി ഞാൻ എൻ്റെ തീരുമാനങ്ങളിൽ ഉറച്ചു നിന്നു. എന്നാൽ ആദ്യം എനിക്കത് മനസ്സിലായില്ലെങ്കിലും തിരുമണിക്കൂർ നടത്തിയപ്പോൾ ഛായാചിത്രത്തിലേതുപോലെയുള്ള കരുണാസമ്പന്നൻ്റെ രൂപത്തിൽ പ്രത്യക്ഷനായ ഈശോ ഇപ്രകാരം എന്നോട് ആവശ്യപ്പെട്ടു: അവിടുന്ന് എന്നോട് പറയുന്നതും ആവശ്യപ്പെടുന്നതുമായ എല്ലാ കാര്യങ്ങളും ഞാൻ കുമ്പസാരക്കാരനോടും അധികാരികളോടും വീണ്ടും പറയണം. ചെയ്യുവാൻ നിനക്ക് അനുവാദം ലഭിക്കുന്നത് മാത്രം ചെയ്യുക. തന്നിഷ്ടക്കാരിയായ ഒരു വ്യക്തി അവിടത്തേക്ക് എത്രമാത്രം അപ്രീതി ജനിപ്പിക്കുന്നു എന്ന് എനിക്ക് വെളിപ്പെടുത്തി തന്നു. ഞാൻ അത്തരക്കാരിയാണെന്ന് എനിക്ക് മനസ്സിലായി. സ്വന്തം ഇഷ്ടങ്ങളുടെ നിഴൽ എന്നിൽ കണ്ടെത്തിയപ്പോൾ അവിടുത്തെ മഹിമപ്രതാപത്തിനു മുമ്പിൽ ഞാൻ സാഷ്ടാംഗം പ്രണമിച്ച് തകർന്ന ഹൃദയത്തോടെ മാപ്പപേക്ഷിച്ചു. കർത്താവിന് എന്നെ കൂടുതൽ സമയം അങ്ങനെ കിടത്താൻ കഴിഞ്ഞില്ല. അവിടുത്തെ ദൈവികമായ കടാക്ഷം എൻ്റെ ഹൃദയത്തെ സന്തോഷം കൊണ്ട് നിറച്ചു. എനിക്കിത് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കുന്നില്ല. എൻ്റെ എല്ലാ കാര്യങ്ങളും അവിടുത്തോട് ചോദിക്കുകയും അവിടുത്തെ ഉപദേശം സ്വീകരിക്കുകയും ചെയ്യണമെന്ന് ഈശോ എനിക്ക് വെളിപ്പെടുത്തി തന്നു. സത്യമായും എന്തൊരു മാധുര്യമാണ് എൻ്റെ നാഥൻ്റെ കടാക്ഷത്തിന്! എൻ്റെ ആത്മാവിൻ്റെ അതിനിഗൂഢമായ തലങ്ങളിലേക്ക് അവിടുത്തെ കണ്ണുകൾ ചൂഴ്ന്നിറങ്ങി. ഒരു വാക്കുപോലും ഉച്ചരിക്കാതെ നിശബ്ദതയിൽ എൻ്റെ അരൂപി അവിടുത്തോട് സംവദിച്ചു. പൂർണ്ണമായും അവിടുന്ന് എന്നിലും ഞാൻ അവിടുന്നിലുമായി. പെട്ടെന്ന് തന്നെ ആ ഛായാചിത്രം എവിടെയോ ഒരു ചെറിയ കപ്പേളയിൽ എനിക്ക് കാണപ്പെട്ടു. ഉടനെ തന്നെ ആ ചെറിയ ചാപ്പൽ അതിമനോഹരമായ ഒരു വലിയ ദേവാലയമായി മാറി. ആ ദേവാലയം വർണ്ണനാതീതമായ മഹത്വത്താൽ പ്രശോഭിച്ചു. ഉണ്ണീശോയെ കയ്യിലേന്തി പരിശുദ്ധ ദൈവമാതാവിനെ ആ ചാപ്പലിൽ ഞാൻ കണ്ടു. പെട്ടെന്ന് തന്നെ ഉണ്ണീശോ അപ്രത്യക്ഷനായി. ഈശോ കുരിശിൽ തറയ്ക്കപ്പെട്ട നിലയിൽ പ്രത്യക്ഷനായി. പരിശുദ്ധ ദൈവമാതാവ് താൻ ചെയ്തതുപോലെ ചെയ്യുവാൻ എന്നോട് ആവശ്യപ്പെട്ടു. സന്തോഷത്തിൻ്റെ നിമിഷങ്ങളിലും ക്രൂശിതനിലും നിന്റെ ദൃഷ്ടികൾ ഉറപ്പിച്ച് ഞാൻ ജീവിക്കണം. ദൈവം ഈ കൃപകളെല്ലാം എൻ്റെ മേൽ ചൊരിയുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ല, അനേകം ആത്മാക്കൾക്ക് വേണ്ടിയും കൂടിയാണ്. വിശുദ്ധ കുർബാനയുടെ സമയത്ത് ഉണ്ണീശോ എന്നും ഒരേപോലെയല്ല കാണപ്പെടുന്നത്. ചിലപ്പോൾ വളരെ സന്തോഷവാനായിരിക്കും, മറ്റവസരങ്ങളിൽ ആ ദേവാലയത്തിലേക്ക് പോലും നോക്കാറില്ല. ഞങ്ങളുടെ കുമ്പസാരക്കാരൻ ഫാദർ സൊപ്പോച്കോ ബലിയർപ്പിക്കുമ്പോൾ മിക്കവാറും ഉണ്ണീശോ വളരെ സന്തോഷവാനായി കാണപ്പെടാറുണ്ട്. ഉണ്ണീശോ അദ്ദേഹത്തെ എത്രയധികമായി സ്നേഹിക്കുന്നു! ചിലപ്പോൾ വളരെ മനോഹരമായ അങ്കിയാണ് ഉണ്ണീശോ അണിഞ്ഞിരുന്നത്. ഞാൻ വിൽനൂസിൽ വന്ന് കുമ്പസാരക്കാരനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് തന്നെ ഒരു ദർശനത്തിൽ ചെറിയ ഒരു ചാപ്പലും അതിനടുത്തായി പുതിയ സഭയുടെ ഒരു ഭവനവും ഞാൻ കണ്ടു. മഠത്തിന് 12 കൊച്ചുമുറികളുണ്ടായിരുന്നു. ഓരോ സഹോദരിയും തനിച്ചാണ് കഴിഞ്ഞിരുന്നത്. കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ കണ്ടുമുട്ടിയ ഫാദർ സൊപ്പോച്കോ മഠത്തിലെ എല്ലാ കാര്യങ്ങളും തയ്യാറാക്കുന്നതിൽ എന്നെ സഹായിക്കുന്നുണ്ടായിരുന്നു. വളരെയധികം ശ്രദ്ധയോടെയാണ് അദ്ദേഹം എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചിരുന്നത്. ഞാൻ ഇതുവരെ കണ്ടുമുട്ടിയിട്ടില്ലാത്ത മറ്റൊരു വൈദികൻ, മിക്കവാറും ഫാദർ വാൻഡു ഹോസ്കി, അദ്ദേഹത്തിൻ്റെ സഹായത്തിനുണ്ടായിരുന്നു. കറുത്ത തുണിയാൽ മറയ്ക്കപ്പെട്ട ഇരുമ്പഴികൾ ഞാൻ കണ്ടു. സഹോദരിമാർ പുറത്ത് പള്ളിയിൽ പോയിരുന്നില്ല. ദൈവമാതാവിൻ്റെ അമലോത്ഭവ തിരുനാൾ ദിവസം ദിവ്യബലിയുടെ സമയത്ത് പട്ടുതുണി ഉലയുന്ന മർമ്മര ശബ്ദം ഞാൻ കേട്ടു. അപ്പോൾ ദൈവമാതാവ് വളരെ പ്രശോഭിതയായി എനിക്ക് പ്രത്യക്ഷയായി. അമ്മ നീല അരക്കെട്ടോടു കൂടിയ വെള്ള ഉടുപ്പാണ് അണിഞ്ഞിരുന്നത്. അമ്മ എന്നോട് പറഞ്ഞു: പരിശുദ്ധ ത്രിത്വം എൻ്റെ മേൽ ചൊരിഞ്ഞ കൃപകൾക്കും പ്രത്യേക ആനുകൂല്യങ്ങൾക്കും നീ അവിടുത്തെ വാഴ്ത്തി സ്തുതിക്കുന്നതിൽ ഞാൻ വളരെയധികം സന്തോഷവതിയാണ്. പെട്ടെന്ന് തന്നെ അമ്മ അപ്രത്യക്ഷയായി. പ്രായശ്ചിത്തങ്ങളും ഇന്ദ്രിയ നിഗ്രഹവും. ആന്തരികമായ ഇന്ദ്രിയ നിഗ്രഹമാണ് പ്രധാനപ്പെട്ടതെങ്കിലും എല്ലാവർക്കും അനുഷ്ഠിക്കാൻ സാധിക്കുന്ന ബാഹ്യമായ തപക്രിയകളും ചെയ്യണം. അവ ആഴ്ചയിൽ 3 ദിവസം ബുധൻ, വെള്ളി, ശനി
കർശനമായ ഉപവാസം. എല്ലാ വെള്ളിയാഴ്ചകളിലും കൃത്യം 3 മണിക്ക് ഓരോരുത്തരും അവനവൻ്റെ കൊച്ചുമുറിയിൽ പ്രവേശിച്ച് 51 സങ്കീർത്തനം ചൊല്ലിത്തീരുന്നതുവരെ മരണാവസ്ഥയിലുള്ള കഠിന പാപികളുടെ മാനസാന്തരത്തിനായി ചമ്മട്ടിയടി നടത്തണം. 2 വലിയ ഉപവാസ ദിവസങ്ങളിലും എംബർ ഡേയ്സിലും ജാഗരണങ്ങളിലും ഒരു കഷ്ണം റൊട്ടിയും വെള്ളവും മാത്രം കഴിച്ച് ഉപവസിക്കണം. എല്ലാവർക്കും വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന ഈ പ്രായശ്ചിത്ത പ്രവൃത്തികൾ ഓരോ സഹോദരിയും അനുഷ്ഠിക്കണം. എന്നാൽ ആരെങ്കിലും വ്യക്തിപരമായി കൂടുതൽ ചെയ്യുവാൻ ആഗ്രഹിച്ചാൽ അവർ അതിനായി സുപ്പീരിയറിൻ്റെ അനുവാദം വാങ്ങിക്കണം. പൊതുവായ ഒരു പ്രായശ്ചിത്തം കൂടി: ഒരു സഹോദരിയും സുപ്പീരിയറിൻ്റെ അനുവാദം കൂടാതെ മറ്റൊരു സഹോദരിയുടെ മുറിയിൽ പ്രവേശിക്കരുത്. എന്നാൽ സുപ്പീരിയറിന് ഏത് സമയത്തും ഒരു സഹോദരിയുടെ മുറിയിൽ പ്രവേശിക്കാം. അത് വെറുതെ രഹസ്യാന്വേഷണത്തിന് ആകരുത്. ദൈവം തന്നെ ഫലമേൽപ്പിച്ചിരിക്കുന്ന പരിശുദ്ധമായ ഉത്തരവാദിത്തത്താലും സ്നേഹത്താലും പ്രേരിതയായിട്ടായിരിക്കണം. ഒരു സഹോദരിയും ഒന്നും പൂട്ടിവെക്കരുത്. നിയമങ്ങളായിരിക്കും എല്ലാം സൂക്ഷിക്കുന്ന പൊതുവായ താക്കോൽ. ഒരു ദിവസം വിശുദ്ധ കുർബാന സ്വീകരണാനന്തരം ഉണ്ണീശോ തൻ്റെ കുഞ്ഞിളം കരങ്ങൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് എൻ്റെ സമീപം നിൽക്കുന്നതായി കാണപ്പെട്ടു. തീരെ ചെറിയൊരു കുഞ്ഞായിട്ടാണ് അവിടുന്ന് കാണപ്പെട്ടതെങ്കിലും ഭയബഹുമാനാദരങ്ങൾ കൊണ്ട് എൻ്റെ ഹൃദയം നിറഞ്ഞു. കാരണം പരിശുദ്ധ ദൂതന്മാർ ഭയാദരങ്ങളോടെ നിലകൊള്ളുന്ന എൻ്റെ സൃഷ്ടാവിനെയും വിധിയാളനെയും ദൈവത്തെയും ഞാൻ അവനിൽ ദർശിച്ചു. അതേസമയം വർണ്ണിക്കാനാവാത്ത ഒരു അനുഭൂതി വിശേഷത്താൽ എൻ്റെ ആത്മാവ് ത്രസിച്ചു. ആ സ്നേഹാഗ്നിയിൽ ഞാൻ എരിഞ്ഞമർന്നു പോകുമെന്ന് തോന്നി. എന്നാൽ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു, ഈശോ ആദ്യമേ തന്നെ തൻ്റെ സഹവാസത്തിനായി എൻ്റെ ആത്മാവിനെ പടിപടിയായി ശക്തിപ്പെടുത്തുന്നു. അല്ലെങ്കിൽ ഇപ്രകാരമുള്ള അനുഭൂതി വിശേഷണങ്ങളിലൂടെ കടന്നു പോകുവാൻ ഞാൻ അപ്രാപ്തയാകുമായിരുന്നു.